ശ്രീ സതീഷ് ഗോപി, അതായത് ഈ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കാണുന്നത് ഒരു പൂവണിഞ്ഞ സ്വപ്നത്തെയാണ്. അതായത് നമ്മൾ എത്രയോ നാളായി കേൾക്കുന്നത് സാധ്യമായിരിക്കുന്നു, അതിൻ്റെ തുടക്കം നമ്മൾ കണ്ടു സന്തോഷപൂർവ്വം. പക്ഷേ നിലവിലെന്താണ് വിഴിഞ്ഞം? ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അങ്ങ് ചോദിച്ച ഒരു കാര്യം കൂടെ ഇതിൽ സ്പെസിഫൈ ചെയ്ത് ഞാൻ പോകാമെന്ന് വിചാരിക്കുന്നു. റിംഗ് റോഡിനെ കുറിച്ച് ചോദിച്ചു. റിംഗ് റോഡ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വരുന്നതോടുകൂടി റിംഗ് റോഡ് വഴി നമ്മുടെ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്തുകൂടെ കയറിപ്പോകാതെ ട്രാഫിക് ഏറ്റവും കുറച്ച് ഒരു റിംഗ് റോഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വാഹനങ്ങൾക്കെല്ലാം വളരെ പെട്ടെന്ന് തന്നെ, അതായത് കരയിലേക്ക് പോകേണ്ട ചരക്കുകൾ എടുത്തുകൊണ്ട് പോകുന്ന ട്രക്കുകൾക്ക് അവയുടെ നീക്കം വളരെ സുഗമമാകും. പക്ഷേ ഇന്നും ഒരു സങ്കടമെന്ന് പറഞ്ഞാൽ ഇന്നും അതിൻ്റെ പേപ്പർ വർക്ക് പൂർത്തിയായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം 4 വർഷം മുമ്പ് അത് തുടങ്ങിയ സമയം എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. പക്ഷേ റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും പോർട്ടിലേക്ക് വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടു, 2028 റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും എല്ലാം ഇതിന് വരും. അങ്ങനെ 2028 ഈ 4ാമത്തെ ഇതിൻ്റെ ഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എല്ലാം വന്നു കഴിയും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കളിയിക്കാവിള വരെ റോഡ് 6 വരി പാതയാക്കാൻ നമ്മൾ 20 വർഷം മുമ്പ് തുടങ്ങിയ ശ്രമം ബാലരാമപുരത്തെത്തി നിൽക്കണു. ആ ഒരു നിലപാടാകരുത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള പ്രോജക്റ്റ്. അതായത് ഈ അനുവർത്തിച്ചു വന്നതൊന്നും തുടരാൻ നിൽക്കണ്ട. തീർച്ചയായിട്ടും അങ്ങനെ നിൽക്കരുത്. നിന്നാൽ ഈ പ്രോജക്റ്റ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഈ പ്രോജക്റ്റിലേക്ക് നമ്മുടെ യുവതലമുറ വളരെ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് 1 ലക്ഷത്തോളം വരുന്ന നേരിട്ടും അല്ലാതെയും വരുന്ന തൊഴിലവസരങ്ങൾ നമ്മൾ നിർവചിച്ചിട്ടുണ്ട്. ആ തൊഴിലവസരങ്ങൾ ഈ സംവിധാനം അവിടെ നിന്നൊന്ന് കരകയറണം. നമ്മുടെ ചോദ്യം അതാണ്, ഈ കര ഒരുങ്ങിയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കരയിലേക്ക് കയറിയാലേ കാര്യമുള്ളൂ. തീർച്ചയായിട്ടും. കാരണം അത് ശ്രീ കൃഷ്ണരാജ് അങ്ങ് ചോദിച്ച ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരുന്ന കാർഗോ, അതായത് കണ്ടെയ്നർ, അതില് വളരെയേറെ കണ്ടെയ്നേഴ്സ് ചെറു ഷിപ്പുകൾ വഴി ട്രാൻസ്ഷിപ്മെന്റ് വഴി പല ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നാൽ പോലും ഇതിലൊരു 20% അല്ലെങ്കിൽ ഒരു 25% നമ്മളെ റോഡ് വഴി പോകണം. ഇപ്പോൾ ഡൽഹിയിലേക്ക് ഒരു കണ്ടെയ്നർ എത്തണം, അല്ലെങ്കിൽ മധുരയിലേക്ക് ഒരു കണ്ടെയ്നർ എത്തണം. ഒരിക്കലും ഷിപ്പ് വഴി കൊണ്ടുപോകാൻ കഴിയില്ല. അത് കരയിൽ കൂടെ തന്നെ പോകണം. കൊണ്ടുപോകാൻ കഴിയും. ഇപ്പൊ മദ്രാസ് വരെ കൊണ്ടുപോയിട്ട് മദ്രാസിൽ നിന്നും മധുരയിലേക്ക് കരമാർഗം കൊണ്ടുവരാം. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഏറ്റവും ഫീസിബിളായ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ പിന്നീട് ചരക്കുകൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ നേട്ടം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ സിംഗപ്പൂർ പോർട്ട് വലിയ പോർട്ടാണ് എന്ന് പറയുമ്പോൾ, സിംഗപ്പൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ 1/3 ഉള്ളൂ, 750 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് അതിനകത്ത് ചരക്കെത്തിക്കേണ്ട കാര്യമില്ല. അവിടെ വരുന്ന എല്ലാം മിക്കവാറും ട്രാൻസ്ഷിപ്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ അവിടെ ട്രാൻസ്ഷിപ്മെന്റ് ആണ്. ബാക്കി കുറേ കാര്യങ്ങൾ അവിടെ പിന്നീട് അവിടുത്തെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്, അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ.